ഇന്ന് സി അച്യുതമേനോൻ്റെ ഓർമ്മ ദിനമാണ്. അത് പറഞ്ഞല്ലോ. അപ്പോൾ രാഷ്ട്രീയ സംശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പൊതുജീവിതത്തിൽ വേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം നമുക്ക് എടുത്തു കാണിക്കാനുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഈ സി അച്യുതമേനോൻ. ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസേരയൊക്കെ വിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ താമസം തുടങ്ങിയപ്പോൾ പല ദിവസങ്ങളിലും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ചാരുബെഞ്ചിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, അതുപോലെ സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആൾ, ഒരു ബസ്സിൽ കയറി നടക്കാൻ കഴിയുന്ന ആളുകൾ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മലയാളിയെ അടുത്ത് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അങ്ങനെ സത്യസന്ധതയ്ക്കും സംശുദ്ധിക്കും അച്യുതമേനോൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മകുട ഉദാഹരണമായി നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്. മികച്ച ഭരണാധികാരി, രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും ലാളിത്യം മുഖമുദ്രയാക്കിയ സവിശേഷ വ്യക്തിത്വം, എതിരാളികൾ പോലും ആദരിച്ച നേതാവ് സി അച്യുതമേനോൻ. ഐക്യമുന്നണി സർക്കാർ രൂപീകരിച്ചപ്പോൾ മുഖ്യമന്ത്രിയായി. 1970 നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത്. അതോടെ കാലാവധി കഴിഞ്ഞും അധികാരത്തിലിരിക്കാൻ കഴിഞ്ഞ ഒരേയൊരു സർക്കാർ എന്ന നേട്ടവും അച്യുതമേനോൻ ഗവൺമെന്റിന് ലഭിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ നിരവധി പരിഷ്കാരങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഭൂപരിഷ്കരണ നിയമം പാസാക്കിയതാണ് അതിൽ മുഖ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പലതവണ തെരഞ്ഞെടുക്കപ്പെട്ട അച്യുതമേനോൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു. അച്യുതമേനോൻ സർക്കാരിന്റെ മാറ്റിന് കോട്ടം തട്ടിയത് അടിയന്തരാവസ്ഥ കാലത്ത്. വിവാദമായ രാജൻ കേസിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. മുല്ലപ്പെരിയാർ കരാർ പുതുക്കാൻ തീരുമാനിച്ചതും അച്യുതമേനോന്റെ ഭരണകാലത്ത്. എഴുത്തുകാരനും സാഹിത്യ വിമർശകനുമായിരുന്ന സി അച്യുതമേനോൻ വിവിധ വിഷയങ്ങളിൽ ഒട്ടേറെ ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. 1991 ഓഗസ്റ്റ് 16 സി അച്യുതമേനോൻ എന്ന മിതവാദിയും സാംസ്കാരിക ബോധവുമുള്ള സത്യസന്ധതയുടെയും സേവനത്തിന്റെയും മാതൃകയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.